ഗ്ലോറി ടു ഗോഡ്. ലീവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാൻ പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് USA ന്യൂയോർക്കിൽ നിന്നാണ്. എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സാബു ബ്രദറും പ്രീമ സിസ്റ്ററും ചേർന്നാണ് ആ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. അവരുടെ 3 മക്കളും ആ കുടുംബവുമായി അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് പ്രത്യേകിച്ച് ഇവർ ഇപ്പോൾ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം RNൻ്റെ എക്സാം ആ സഹോദരി പാസ്സായി. ദൈവം വലിയൊരു അത്ഭുതമാണ് അവർക്ക് വേണ്ടി ചെയ്തത്. രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് മക്കൾ 3 പേരുടെ പേർ ആവശ്യപ്പെടുന്നുണ്ട്. സെബിൻ, സ്റ്റെഫിൻ, സുബിൻ എന്നാണ് 3 മക്കളുടെ പേർ. അല്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ടും അതേപോലെ തന്നെ ഇവർ കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുന്ന ജീവിതം നയിക്കേണ്ടതിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ മക്കളുടെ ആത്മീക ജീവിതത്തിൽ ഉന്നതമായ ഒരു അനുഗ്രഹം അവർക്ക് ലഭിക്കേണ്ടതിനായിട്ടും കർത്താവിൽ ഭയപ്പെട്ട് ഈ കുടുംബം അനുഗ്രഹത്തിൽ മുമ്പോട്ട് പോകേണ്ടതിനായിട്ട് അതേപോലെ പ്രീമ സിസ്റ്ററിൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ച് സഹോദരനെ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രീമ സിസ്റ്ററിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് സഹോദരനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇവർക്കുള്ള പ്രാർത്ഥനാ വിഷയമെന്ന് പറയുന്നത് ഇവർ ആ ദേശത്തിൽ മാനിക്കപ്പെടണമെന്നും നാട്ടിലും ആ ദേശത്തും ഇവർക്ക് സ്വന്തമായി ഭവനം വെളിപ്പെടേണ്ടതിനായിട്ട് ഇവർ പ്രാർത്ഥനാവശ്യമായി ചോദിക്കുന്നു. എങ്കിൽ എത്ര പേർ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഇവർ മുഖാന്തരമാണ് എന്ന് ഈ എപ്പിസോഡ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ സുവിശേഷം അനേകർ കാണുകയും ഈ സാക്ഷ്യങ്ങളും ഈ വചനവും അനേകർ കേൾക്കാൻ കാരണമാകുന്ന ഈ കുടുംബമാണ്. എങ്കിൽ നാം ബാധ്യസ്ഥരാണ് പ്രിയരെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസ്തയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം യോബിൻ്റെ ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം മറുപടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പ്രിയ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇവരുടെ ജീവിതത്തിൽ അങ്ങ് വഴി തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇവർക്ക് വേണ്ടിയുള്ള ഭവനത്തിൻ്റെ മാർഗ്ഗം അങ്ങ് തുറക്കണമേ അപ്പാ. ഇവരെ ആ ദേശത്തിൽ മാനിക്കണം, തലമുറയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന സഹോദരനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വ്യക്തി പൂർണ്ണമായി വിടുവിക്കപ്പെടേണ്ടതിനായിട്ട് യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും കർത്താവേ ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ അതേപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യേണ്ടതിനായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവർ ഇന്നു മുതൽ വീണ്ടും അനുഗ്രഹിക്കപ്പെടുന്നതിനായി. കാരണം സുവിശേഷം ഗുഡ് ന്യൂസ് ആണല്ലോ അപ്പാ. ഹല്ലേലൂയ. സുവാർത്തയായ ഇവർ വീണ്ടും സദ്വർത്തമാനങ്ങൾ പറയുവാൻ സ്വർഗത്തിലെ ദൈവം കടക്കാരനല്ലാത്തതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തിൽ ഇവരെ അങ്ങ് മാനിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എന്ന വിഷയത്തിൻ്റെ 5ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ദൈവം സഹായിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഈ വചനത്തിനകത്ത് ജീവനുണ്ടെന്നും വചനം സത്യമാണെന്നും മറ്റാരെക്കാളും പ്രാഗൽഭ്യത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഓരോ പ്രാവശ്യവും ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് കഴിവല്ല, മിടുക്കല്ല, സമ്പത്തിൻ്റെ കൂടുതലല്ല. ദൈവം ഇതിനകത്ത് അത്ഭുതമായി അനേകരെ തൊടുകയും അനേകരുടെ സ്ഥിതികളെ മാറ്റുകയും ചെയ്യുന്നതുകൊണ്ട് ഇന്നും നിർബന്ധത്താൽ ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. ഈ മിനിസ്ട്രി 6 വർഷവും 4 മാസവുമായി ഈ മീഡിയ മാർഗ്ഗങ്ങളിലൂടെ കടന്നു വരാൻ തുടങ്ങിയിട്ട്. കാരണം ഇത് തുടങ്ങുമ്പോൾ പവർഷനിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു എപ്പിസോഡുമായി തുടങ്ങിയതാണ്. ഇന്ന് 6ഓളം TV ചാനലിലേക്ക് ഇത് മാറി. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒത്തിരി പ്രതികൂലങ്ങളും ഒത്തിരി പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും ദൈവം ഇതിനെ ഒത്തിരി വിശാലതയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. കാരണം ഇന്ന് ഈ TV ചാനലെല്ലാം 5 ദിവസത്തിന് മുകളിൽ പ്രസംഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിക്കുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ ഉറപ്പായിട്ട് പറഞ്ഞോട്ടെ, ഇത് ആദ്യമായി ശ്രദ്ധിക്കുന്നവരോട് പറയുക, ഞാനൊരു മതത്തെ ഉയർത്താനോ സംഘടന ഉയർത്താനോ ഒന്നുമല്ല നിങ്ങളോടായിരിക്കുന്നത്. കാരണം
യേശു മതത്തിൻ്റെ ദൈവമല്ല, യേശു വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്ന്, യേശുവിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകത്തില്ലെന്നും പിതാവിൻ്റെ വലിയ സ്നേഹം അവനെ നിത്യജീവനിൽ വരെ എത്തിക്കുമെന്നുള്ളത് ഉറപ്പാകയാൽ ഇന്നൊരു പക്ഷേ നിങ്ങൾ വേറൊരു മതത്തിൽ നിന്നോ വേറൊരു അനുഭവത്തിലായിരിക്കാം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്. ഇതുവരെ നിങ്ങളുടെ ചിന്ത യേശു ക്രിസ്ത്യാനികളുടെ ദൈവമായിരുന്നു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, യേശു വിശ്വസിക്കുന്നവരുടെ ദൈവം. കാരണം എന്താണെന്നറിയാമോ? സകല മാനവകുലത്തിനു വേണ്ടിയാണ് തൻ്റെ അവസാനത്തുള്ളി രക്തവും അവൻ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയത്. എങ്കിൽ ആ രക്തത്തോടു കൂടെ പിതാവ് ഒരു പ്രോമിസ് നമ്മുടെ മുന്നിൽ വെച്ചു. അതാണ് യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിയായക കൊണ്ട് നമ്മയും അറിയുന്നില്ല താനും എന്ന് പറഞ്ഞാൽ, ലോകക്കാർക്ക് ഒരുപക്ഷെ യേശുവിൽ വിശ്വസിക്കുന്നവരെ അറിയാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ല, നിങ്ങൾ വ്യത്യസ്തരാണ്. കാരണം റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലതും തരാതിരിക്കുമോ? കാരണം പുത്രനെ തന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാട്ടെ, നിങ്ങളുടെ സകല ആവശ്യങ്ങളിലും യേശു മതിയായവനാണ്. ഹല്ലേലൂയ. എങ്കിൽ കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് നാം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം എന്നുള്ള വിഷയമാണ് ഹല്ലേലൂയ തൊട്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഹല്ലേലൂയ പല ചിന്തകൾ കൃപയാൽ നാം ചിന്തിച്ചു. നിങ്ങൾക്കിത് നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയാൽ യൂട്യൂബിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഓരോ എപ്പിസോഡുകളും ക്രമമായി അപ്ലോഡ് ആകുന്നുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അത് വലിയ അനുഗ്രഹമായിരിക്കും. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ നമ്മൾ ആ കുറിവാക്യത്തിലേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്നു. എല്ലാ എപ്പിസോഡിലും കുറിവാക്യം പറയുന്നത് കൊണ്ട് ഹല്ലേലൂയ അത് പലർക്കും റിപ്പീറ്റ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ ഇത് ആദ്യമായി കേൾക്കുന്നവർക്ക് അനുഗ്രഹമാണ്. ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 29-ഉം 31-ാമത്തെ വാക്യവുമാണ്. ഹല്ലേലൂയ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ ശക്തി നൽകുന്നു, ബലമില്ലാത്തവർക്ക് അവൻ ബലം പകരുന്നു. 31-ാമത്തെ വാക്യം, അല്ല എങ്കിലും യഹോവയെ കാത്തിരുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഹല്ലേലൂയ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ വാക്യത്തിൻ്റെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. വാക്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞാൽ, കാത്തിരിക്കുന്നവന് വേണ്ടി ഈ ലോകത്തിൽ ഉറപ്പായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാനും നീയും സേവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒന്ന് കർത്താവിന് നന്ദി പറയാൻ പറ്റുമോ? കാരണം സേവിക്കുന്ന ദൈവമെന്ന് പറയാൻ കാരണം ഹല്ലേലൂയ ബുദ്ധൻ ഇന്ന് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. പല ദൈവങ്ങളും ദേവന്മാരും ദേവിമാരും വിശുദ്ധന്മാരും ഹല്ലേലൂയ സംഘടനാ നേതാക്കന്മാരും ഒക്കെ അവർ മരിച്ചിട്ട് ഇന്ന് ജീവിക്കുന്നുവെന്ന് ഉറപ്പില്ല. പക്ഷേ ഞാൻ ഇന്ന് ഇത്രയും പ്രാഗൽഭ്യത്തോടെ പറയാൻ കാരണം, ഇസ്രയേലിൽ ഒരേ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, മരിച്ച എല്ലാ വിശുദ്ധന്മാരുടെ കല്ലറയും അടഞ്ഞു കിടക്കുമ്പോൾ ഇതാ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ഹീ ഈസ് നോട്ട് ഹിയർ, അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെണീറ്റിരിക്കുകയാണ്. എങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇന്നും യേശു ജീവിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടി വന്നിരിക്കും. നിങ്ങളുടെ വിഷയത്തിനകത്ത് കർത്താവ് പ്രവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇറങ്ങി പ്രവർത്തിക്കും. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ പലവരെയും വിഷയത്തിലും വിശ്വാസത്തിലും നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. അവർ സഹായിക്കാമെന്ന് പറഞ്ഞു, അവർ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു, ആ ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾ സൗഖ്യമാകും. എന്നാൽ എല്ലാ വിഷയത്തിനകത്തും തകർന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരണം ഹല്ലേലൂയ സങ്കീർത്തനം 40-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി അവൻ കേട്ടു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഹല്ലേലൂയ നാശകരമായ കുഴിയിൽ നിന്നും അവൻ എന്നെ ഹല്ലേലൂയ പാറമേൽ നിർത്തിയെന്ന ആ വചനം എഴുതിയിരിക്കുന്നത്. എങ്കിൽ ഇന്ന് കുഴഞ്ഞ അവസ്ഥയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം നിങ്ങളെ കരകയറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഈ മിനിറ്റിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ അയക്കാൻ പോവുകയാണ്. ഞാനത് അതേപോലെ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ദൈവം മാറാത്തവനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ എപ്പിസോഡിൽ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമുക്ക് ഒന്ന് വേഗത്തിൽ ചിന്തിക്കാൻ പോകുന്നത് ഏലിയാവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഹല്ലേലൂയ
തൻ്റെ 5 അധ്യായം അടങ്ങുന്ന ലേഖനത്തിൽ ഹല്ലേലൂയ മറന്നു പോകാതെ ഏലിയാവിനെക്കുറിച്ച് എഴുതി വെച്ചു. അവസാന 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്തും മഴ പെയ്തില്ല. 18-ാമത്തെ വാക്യം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്നും മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പം ഇവിടെ ഒരു 7 വർഷത്തെ കണക്കാണ് കാണിക്കുന്നത്. 3.5 വർഷം താൻ പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. എന്നാൽ അടുത്ത ഭാഗം കാണുകയാണ്, വീണ്ടും താൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. എന്നിട്ട് ആ തുടക്ക വാക്കിങ്ങനെയാണ് പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. കാരണം ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ ഇതേപോലെ അത്ഭുതം നടക്കും. അപ്പോൾ ഈ വാക്യത്തിൻ്റെ ആശയത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലായിരിക്കത്തില്ല. പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു, കാത്തിരുന്നു എന്നൊക്കെയുള്ള ചിന്ത വരും. പക്ഷേ രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏലിയാവിൻ്റെ ഒറ്റ വാക്കിൽ മഴ നിന്നതായി കാണാം. അധികാരമുള്ളവൻ പറഞ്ഞാൽ ചിലത് നിൽക്കും. ഹല്ലേലൂയ. എന്നാൽ അടുത്ത വാക്യത്തിൽ താൻ വീണ്ടും മഴ പെയ്യേണ്ടതിന് വേണ്ടി താൻ പർവ്വതത്തിന് മുകളിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം കാണാം. ആ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ ഒന്നാമത് പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കുന്നതായി കാണുന്നില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 42-43 വാക്യങ്ങളിലേക്ക്. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട് 43-ാമത്തെ വാക്യം, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ഈ 2 വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അഭിഷേകത്തിൻ്റെ പ്രാർത്ഥന കാണാം. നിലത്ത് കുനിഞ്ഞ് ആ മുഴങ്കാലുകളുടെ നടുവിൽ മുഖം തല താഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് തൻ്റെ ബാല്യക്കാരനോട് പറയുക, നീ ചെന്ന് നോക്കണം മഴയ്ക്കുള്ള മേഘം വരുന്നുണ്ടോ എന്ന്. ബാല്യക്കാരൻ പോയി ആദ്യ പ്രാവശ്യം നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെ ഒരു കാത്തിരിപ്പാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണുന്നത്. അതിനകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് നിരാശപ്പെടുകയല്ല ചെയ്തത്, വീണ്ടും പ്രാർത്ഥിച്ചു. എന്നിട്ട് ബാല്യക്കാരനോട് പറഞ്ഞു, നീ 7 പ്രാവശ്യം പോകണം. 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, 3 പ്രാർത്ഥിച്ചു, അങ്ങനെ 6 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 7-ാമത്തെ പ്രാവശ്യം അതാ ബാല്യക്കാരൻ വീണ്ടും പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ പല വിഷയത്തിലും പ്രാർത്ഥിച്ച് മടുത്തവരാണോ? നിങ്ങൾ കാത്തിരുന്ന് മടുത്തവരാണോ? ഇന്ന് നമുക്ക് ഏലിയാവ് സമസ്വഭാവമുള്ളവനാണെന്ന് പറഞ്ഞിട്ട് പറയാം. പ്രാർത്ഥനയിൽ മടുത്തില്ലെങ്കിൽ, കാത്തിരിപ്പിൽ മടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അതാ കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങും. 44-ാമത്തെ വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകും. 7-ാം പ്രാവശ്യവും അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞ് അതിന് അവൻ, നീ ചെന്ന് ആഹാമിനോട് മഴ നിന്നെ തൊടാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോവുക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. 44-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം, കൈപ്പത്തി പോലെ ഒരടയാളം വെളിപ്പെടുകയാണ്. നിങ്ങൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചില ലക്ഷണങ്ങൾ കർത്താവ് വെളിപ്പെടുത്തും, അടയാളങ്ങൾ വെളിപ്പെടുത്തും. കാരണം നമ്മുടെ ദൈവം അടയാളങ്ങളുടെ ദൈവമാണ്. കാരണം മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. കാരണം ദൈവം ജീവിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ അടയാളങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ്, അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പോകുകയാണ്. അടുത്ത വാക്യത്തിൽ കാണുന്നു, ആ ദേശത്തിൽ മഴ പെയ്തു. ഹല്ലേലൂയ. 45-ാമത്തെ വാക്യം കൂടെ, ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റുകൊണ്ട് കറുത്തു, വൻമഴ പെയ്തു. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, ക്ഷണത്തിൽ ചിലത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടും. ഈ വാക്ക് പറയാനാ ഞാൻ ഇത്രത്തോളം വന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ക്ഷണത്തിൽ വെളിപ്പെടും. അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞ പ്രോമിസ് ഇതാണ്, നിങ്ങൾ ഉയരത്തിലെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. ആ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അവർ നീണ്ട 10 നാളുകൾ അതാ പട്ടണത്തിൽ അവർ കാത്തിരിക്കുകയാണ്. ആ മാളിക റൂമിൽ 10-ാമത്തെ ദിവസം പെട്ടെന്ന് കൊടിയ കാറ്റ് പോലെ അഗ്നിജാലയ്ക്ക് സമമായ
തീനാളം പോലുള്ള നാവുകൾ അവരുടെ മുകളിലേക്ക് വന്ന് പതിച്ചതായി കാണാം. ഇന്ന് ഇതേപോലെ നിങ്ങളുടെ കാത്തിരിപ്പിൽ ഇന്ന് ആ വിസായുടെ മേളിൽ വഴി തുറക്കാൻ പോവുകയാണ്. നാളുകൾ കരഞ്ഞ, ആ ദേശത്തിൽ വിടുതലില്ലെന്ന് പറഞ്ഞ, നാളുകൾ ഉയർച്ചയില്ലെന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ഇന്ന് നിങ്ങളുടെ തലയെ യേശു ആ ദേശത്തിൽ ഉയർത്താൻ പോവുകയാണ്. ഞാനിത് ആത്മാവിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറയുക, നിങ്ങളുടെ കുടുംബത്തിൽ ഇനി കണ്ണുനീരിൻ്റെ സമയമല്ല, ഇനി ഒരു വാഴ്ചയുടെ സമയത്തിലേക്ക്, ഇനി ഒരു ജയത്തിലേക്ക്, ഇനി ഹല്ലേലൂയ നിങ്ങൾ കൈനീട്ടുന്ന സമയമല്ല. ദൈവം ഹല്ലേലൂയ നിങ്ങളെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. യേശു നിങ്ങളെ ദേശത്തിൽ മാനിക്കാൻ പോവുകയാണ്. എങ്കിൽ വിശ്വസിച്ചാട്ടെ, വലിയ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ അത്ഭുത സാക്ഷ്യങ്ങളിലേക്ക് വരുന്നു. അതിനുശേഷം പ്രാർത്ഥിക്കാൻ പോകും. കടന്നു വന്നാട്ടെ. ഡോക്ടേഴ്സാണെങ്കിൽ മാറി ചെക്ക് ചെയ്തപ്പോഴും ഓപ്പറേഷന് വേണ്ടി ഞാൻ ഈവൻ അഡ്മിറ്റ് ആയതാണ്. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ പറയുന്നിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്ന് എന്നെ ആ ഓപ്പറേഷൻ്റെ ക്യാൻസലാക്കി. മനുഷ്യൻ്റെ മുഖത്ത് പറഞ്ഞപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നത് ഡോക്ടറിൻ്റെ കണ്ണിൽ കാണാത്ത തന്നെ അനസ്തെറ്റിക് ചെക്കപ്പ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഓപ്പറേഷൻ്റെ ദിവസം ആ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു. പാസ്റ്റർ അന്നേരത്ത് ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററിനൊക്കെ പറഞ്ഞായിരുന്നു ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തെന്ന്. അന്ന് ഞാൻ പാസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ, കത്തിയാലുള്ള സൗഖ്യം മാത്രമല്ല തൻ്റെ അടിപ്പിടിയാലുള്ള സൗഖ്യമാണ് ദൈവം തരുന്നത്. സിസ്റ്റർ തന്നെ പറയിച്ചാൽ മതി. ഈ കുഞ്ഞിനെ ഞാൻ ആദ്യം കാണുമ്പം ഈ കുഞ്ഞൊന്നും മിണ്ടത്തില്ലായിരുന്നു, ഇതേപോലെ വന്ന് നിൽക്കത്തില്ലായിരുന്നു. എത്ര പേർക്ക് അറിയാവുന്ന അറിയത്തില്ല, ഇവിടെ മുഴുവൻ ഇളക്കി മറിക്കുമായിരുന്നു ഈ കുഞ്ഞ്. ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു. എന്നാൽ ഇന്ന് അമ്മയുടെ കൈ പിടിച്ച് ഇവിടെ വരാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. പറഞ്ഞാട്ടെ സിസ്റ്റർ. ഓട്ടിസോ ആയിരുന്നു, പറഞ്ഞോ. ആ ആ ഐ കോണ്ടാക്ട് ഇല്ലായിരുന്നു, ശ്രദ്ധ ഒട്ടുമില്ലായിരുന്നു. പിന്നെ ഭയങ്കര സ്റ്റീരിയോടൈപ്പിക് മൊമെന്റ്സുകളും ഹൈപ്പർ ആക്റ്റീവും ആയിരുന്നു അവള്. ഇപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവളിപ്പോൾ എല്ലാം സംസാരിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാത്ത കുഞ്ഞായിരുന്നു, ഇപ്പൊ എല്ലാം സംസാരിക്കുന്നുണ്ട്. ആ പാട്ട് പാടും. ആ പിന്നെ അവൾക്ക് നല്ല അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പം കുഞ്ഞിന് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഐ കോണ്ടാക്ട് ഉണ്ട്. പറഞ്ഞാട്ടെ സിസ്റ്റർ. ഹൈപ്പർ ആക്ടിവിറ്റിയിൽ നിന്ന് വലിയ ഒരു വിടുതലായി കുഞ്ഞിന് കഥാവ് കൊടുത്തത്. ആദ്യം ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോയി എനിക്ക് തന്നെ പേടിയായിരുന്നു. കാരണം ഇവിടെ വന്ന് ഈ സൗണ്ട് സിസ്റ്റം എടുത്ത് മറിച്ച് കളയുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അന്ന് ആ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ കർത്താവ് ഈ കൊച്ചിനെ തൊട്ടു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ TV എപ്പിസോഡുകളെ സഹായിക്കാൻ ഇവരുടെ വിഷയത്തിനകത്ത് മറുപടി വന്നാൽ TV എപ്പിസോഡ് സ്പോൺസർ ചെയ്യുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ ഫാദറിൻ്റെ ബിസിനസ് മുടങ്ങിക്കിടന്നതാണ്. ജപ്തിയുടെ വക്കിൽ നിന്ന് ബിസിനസ് വീണ്ടും ആരംഭിച്ചു. ആ കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നത്. മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു, ഇപ്പം അതിന് കുറവുണ്ട്. ഇത് സാധാരണ സാക്ഷ്യമല്ല. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ മകളെ അനുഗ്രഹിക്കുന്നു. അടൂരിന്ന് വന്ന കുടുംബത്തിൽ ഇപ്പൊ എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പൊ എന്തോ തോന്നുന്നു നിങ്ങൾക്ക്? നല്ലൊരു വെളിച്ചം പോലെ ഏതോ ഒരു ശക്തി. നേരത്തെ ഒരു ഭയങ്കര ഭാരം, ഒരു പാറ വന്നിരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു, ഇപ്പൊ അത് ഇല്ല. നിങ്ങൾ കേട്ടില്ലെന്നാ തോന്നുന്നേ. ഞാൻ ഈ ബ്രദറിനെ കാണുമ്പോഴെല്ലാം ഇവിടെ ഒരു ഭയങ്കര തടിപ്പ് വന്നിരിക്കുന്നത് പോലെ അവിടെ നിന്നപ്പോ കണ്ടതാ. പക്ഷെ അതിപ്പം ഇല്ല. ക്യാൻസറിന്റെ മേളിൽ കർത്താവിന് അധികാരമുണ്ട്. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നിങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു അത്ഭുത വിടുതലിൻ്റെ സമയമായതാണ്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ക്ഷണത്തിൽ ആ കൈപ്പത്തി വെളിപ്പെട്ടതുപോലെ അത് വലിയ മഴയായി പെയ്തിറങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതാ അവർ മഴ കൊണ്ട് നിറയുന്നത് പോലെ
വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്ക് ദൈവത്തിന് മുമ്പാകെ ഈ സമയത്ത് പ്രാർത്ഥനയോടെ കടന്നു വരാം. ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാരംഭത്തിൽ തന്നെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട്. നാളുകളായി ഒരു വിടുതലില്ലാതെ, നാളുകളായി ഒരു ഉയർച്ചയില്ലാതെ കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി നന്ദി. അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും പൂർണ്ണമായി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, അങ്ങയുടെ വലിയ കൃപ, അങ്ങയുടെ വലിയ വിടുതൽ ഇപ്പോൾ ഈ മക്കളുടെ മേലിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. കർത്താവേ, ഇവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ അങ്ങ് കൊടുക്കുന്നു. മെഡിക്കൽ സയൻസിനോ അല്ലെങ്കിൽ പാരമ്പര്യത്തിനോ ഇനി ഇവരുടെ നന്മകളെ തടയാൻ കഴിയത്തില്ല. ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. കർത്താവിനെ സൂസി എന്നൊരു പേര് കാണിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ ലിസി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ സൂസൻ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ കർത്താവ് എന്നെ കാണിക്കുന്നു രജനി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അതേപോലെ തന്നെ എലിസബത്ത് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഹല്ലേലൂയ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അതേപോലെ ആനി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഈ ഇത്രയും പേർക്ക് തലമുറയുടെ വിഷയത്തിൽ ഇപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുന്നതായി എനിക്ക് കാണാം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇവരുടെ തടസ്സങ്ങളെ ശാസിക്കുകയാണ്. വഴി തുറക്കട്ടെ അപ്പ. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പ, ഇവർ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആനന്ദം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. നാളുകളായിട്ട് ഹല്ലേലൂയ മുട്ടിൽ വളരെ വേദനയും നടക്കാൻ പോലും പറ്റാത്ത നിങ്ങളിപ്പോൾ സൗഖ്യമാകുകയാണ്. അതേപോലെ തന്നെ ഹല്ലേലൂയ പ്രേമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രേമിൻ്റെ വിടുതൽ ഇപ്പോൾ സംഭവിക്കുകയാണ്. ജോലിയിൽ ഒരു ഭയങ്കര ഉയർച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തരുന്നു. കർത്താവ് ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴി തുറക്കണം. ഹല്ലേലൂയ. അതേപോലെ തന്നെ അനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വാതിൽ തുറക്കണം. ഹല്ലേലൂയ. അഖിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴി തുറക്കണം അപ്പ. രാഖിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതൽ അയക്കണം അപ്പ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴി തുറക്കണം അപ്പ. രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതൽ അയക്കണം അപ്പ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വാതിൽ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. കർത്താവെ വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്ഭുതം ചെയ്യണമേ അപ്പ. ഹല്ലേലൂയ. അതേപോലെ തന്നെ ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രോപ്പർട്ടി സംബന്ധമായ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇന്നൊരു വിടുതൽ അയക്കാൻ പോകുന്നതായി സ്തോത്രം. നാളുകൾ വിറ്റുപോകാത്ത നിങ്ങളുടെ വസ്തുവിൻ്റെ മേളിൽ ഇന്ന് യേശുവിൻ്റെ കരം വരികയാണ്. അതേപോലെ കടബാധ്യതയിലും അല്ലെങ്കിൽ പ്രതികൂലത്തിലും കുടുംബത്തിനകത്ത് വഴക്കും തകർച്ചയുമായിരിക്കുന്നവർ ഇപ്പോൾ വിടുവിക്കപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നതിനായി നന്ദി. പ്രത്യേകിച്ച് കർത്താവെ ഇപ്പോൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ഒരു വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, അവരുടെ വിഷയത്തിനകത്ത് മറുപടി വന്നു കഴിഞ്ഞു. സാമ്പത്തികമായി ഒരു വഴി തുറക്കേണ്ടവർക്ക്, അല്ലെങ്കിൽ മക്കൾ വിദേശത്ത് പഠിക്കാനായി പോകുന്നവർക്ക് വേണ്ടി വഴി തുറക്കുന്നതിനായി നന്ദി. അല്ലെങ്കിൽ കല്യാണം നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി നന്ദി. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു. യേശു അത് ചെയ്തിരിക്കുന്നതിനായി നന്ദി അപ്പ. ഇവർ ഇന്നൊരു സാക്ഷിയായി തീരുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ. അതേപോലെ തന്നെ ഒരു കാര്യം ഓർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ വലിയ വിടുതലുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ പലയിടങ്ങളിലും മീറ്റിങ്ങുകളിലേക്ക് നിങ്ങൾ കടന്നു വന്നാട്ടെ. അത്ഭുത സൗഖ്യങ്ങളും വിടുതലുകളും കർത്താവ് ഭയങ്കര അധികമായി പകരുന്നു. കാരണം ഇത് ദൈവം ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്താൻ പോകുന്ന സമയങ്ങളാണ്. പ്രത്യേകിച്ച് ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നു. കറക്റ്റായി അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റുള്ളവർക്കും കൂടെ ഈ ലിങ്കുകൾ നിങ്ങൾ കൊടുത്താട്ടെ. പ്രത്യേകിച്ച് അതേപോലെ ഈ മിനിസ്ട്രിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കൃപാവിഷൻ എന്ന ഓൺലൈൻ ചാനൽ നമുക്ക് ലഭ്യമാണ്. നിങ്ങൾ അത് നിരന്തരമായി കാണണമെന്ന് ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നത്, ഈ എപ്പിസോഡുകൾ 6 വർഷവും 4 മാസവുമായി പല മീഡിയ മാർഗത്തിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ ഇതുവരെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടില്ലെങ്കിൽ തുച്ഛമായ പൈസയിൽ നിങ്ങളും ഇതിനു വേണ്ടി തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ മാനിക്കും.
അനുഗ്രഹിക്കും. കാരണം അനേകർ ഇതിനകത്തോട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നിരന്തരമായി എല്ലാ മാസവും സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് അതേപോലെ സ്ഥിതികൾ മാറ്റമുണ്ടായി, അവർ അനുഗ്രഹിക്കപ്പെട്ടു. എനിക്ക് ഇന്നും അറിയാം, ഹല്ലേലൂയ, 6 പ്രാവശ്യം എപ്പിസോഡ് സ്പോൺസർ ചെയ്തതോടെ ജോലിയുടെ പോസ്റ്റ് മാറി മാനേജർ പോസ്റ്റിലേക്ക് വന്നതുപോലെ, ഹല്ലേലൂയ. കാരണം ദൈവം മാനിക്കുന്നവനാണ്. ഹല്ലേലൂയ. എങ്കിൽ ഞാൻ കൊല്ലത്തും തിരുവനന്തപുരത്തും അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടക്കുന്നു. അതേപോലെ ഒരു കാര്യം വ്യക്തമായി ഓർപ്പിക്കുന്നു, സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും നമ്മുടെ ആരാധനകളുണ്ട്. സിംഗപ്പൂരിലുള്ളവരോട് പ്രത്യേകം ഓർപ്പിക്കുന്നു, ഈ ദിവസങ്ങൾ അവിടെ ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുക, നിങ്ങളും അതിൽ പങ്കുചേരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സാബു ബ്രദറിനോടും പ്രീമ സിസ്റ്ററിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ചുരുക്കുകയാണ്. കർത്താവ് നിങ്ങളെ അടുത്ത ദിവസം കാണും വരെയും കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.